ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷന് ചോദിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസിനെ പറ്റിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പെർഫെക്റ്റ് ആണ്, പേര് പറയുന്ന പോലെ തന്നെ പ്രസൻ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്നും പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താണെന്നും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലെ മൂന്നാമത്തേതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സിമ്പിളായി എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഇത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സാധാരണ പാസ്റ്റിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ അർത്ഥം പറയുമ്പോഴാണ് കൺഫ്യൂഷൻ ചിലപ്പോൾ വരിക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് V3 എത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസോ ഹാവോ ആണ് ഓക്സിലറി വെർബ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഈസ്, ആർ, ആം ഓക്സിലറി വെർബാണെന്ന് പഠിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഹാസ്, ഹാവ്. ഹാസും ഹാവുമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ, സഹായക ക്രിയ. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ V3 വേണം. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് V3 എന്ന് പറയുന്നത്. വെർബിൻ്റെ 4 ഫോംസിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണണം. എല്ലാ വെർബിനും V1, V3, V1, V2, V3, V4 എന്നിങ്ങനെ ഫോംസ് ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ V3 ഫോമാണ് ഉപയോഗിക്കുക. ഓക്കെ, പ്ലേ ആണെങ്കിൽ പ്ലേഡ് ആണ് അതിൻ്റെ V3 ഫോം. ജമ്പ് ആണെങ്കിൽ ജംപ്ഡ് ആണ് അതിൻ്റെ V3 ഫോം. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ് V3 ഫോം. V3 ആണ്, റിട്ടൺ ആണ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ ആണ് V3 ഫോം. ആ V3 ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമല്ല എല്ലാ പെർഫെക്റ്റ് ടെൻസിലും വെർബിൻ്റെ V3 ഫോമേ ഉപയോഗിക്കൂ. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും വെർബിൻ്റെ V3 ഫോമേ ഉപയോഗിക്കൂ. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും ING ഫോമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നു എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ഫോമേ ഉപയോഗിക്കൂ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ V3 ഉണ്ടാകും, പാസ്റ്റ് പെർഫെക്റ്റിൽ V3 ഫോം ഉണ്ടാകും, ഫ്യൂച്ചർ പെർഫെക്റ്റിലും V3 ഫോം ഉണ്ടാകും. V3 ഫോമിന് മുൻപ് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെയും V3 ഫോം ഉണ്ടാവണം. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ഫോം ഉണ്ടാകും, ഇവിടെയും പ്രസൻറ്റ് പെർഫെക്റ്റിലും V3 ഫോം ഉണ്ടാകും. വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് V3 ഫോം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ആ V3 ഫോമിന് മുമ്പ് ശ്രദ്ധിക്കണം, പ്രസൻറ്റ് പെർഫെക്റ്റിൽ V3 ഫോമിന് മുൻപ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹാസോ ഹാവോ കഴിഞ്ഞ്, ശ്രദ്ധിക്കൂ, ഹാസോ ഹാവോ കഴിഞ്ഞ് സബ്ജക്റ്റ്, ഹാസോ ഹാവോ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് V3 ഫോം വന്നാലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ. ഈ സെൻറ്റൻസുകളെല്ലാം തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ കാരണം ശ്രദ്ധിക്കൂ, ഹാസ് ഉണ്ട് അല്ലെങ്കിൽ ഹാവ് ഉണ്ട്. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന ഈ സെൻറ്റൻസിൽ ഹാസ് കഴിഞ്ഞ് എന്തുണ്ട്, പ്ലേഡ് ഉണ്ട്. ഇത് വെർബിൻ്റെ V3 ഫോമാണ്. ശ്രദ്ധിക്കുക, V2 അല്ല, വെർബിൻ്റെ V3 ഫോമാണ്. എല്ലാ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക, V2 അല്ല. ഈ പ്ലേഡ് V3 ആണ്. റൈറ്റ് ആണെങ്കിൽ ഇവിടെ ഹാസ് കഴിഞ്ഞ് എന്ത് വേണം, റിട്ടൺ എന്നുപയോഗിക്കും. കണ്ടോ, റിട്ടൺ V3 ആണ്, റിട്ടൺ V3 ഫോമാണ്. ഇവിടെ തന്നെ ജമ്പ് ആയിരുന്നെങ്കിൽ ഹാസ് കഴിഞ്ഞ് എന്തുപയോഗിക്കണം, ഹാസ് കഴിഞ്ഞ് ജംപ്ഡ് എന്നുപയോഗിക്കണം. ജംപ്ഡ് ആണ് V3 ഫോം. ഓക്കെ, ജംപ്ഡ് V3 ഫോമാണ്. ഓക്കെ, ജംപ്ഡ് ആണ് V3 ഫോം. ഓക്കെ, ഡ്രൈവ് ആയിരുന്നു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബെങ്കിൽ ഹാസ് കഴിഞ്ഞ് ഡ്രിവൺ എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഓക്കെ, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ഉപയോഗിക്കണം. ഫ്ലൈ ആണെങ്കിൽ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ഉപയോഗിക്കണം. അപ്പോൾ ഈ വെർബിൻ്റെ V2ഉം V3യും തമ്മിലുള്ള കൺഫ്യൂഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട്, ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം വന്നാൽ അത് ഏത് ടെൻസ് ആയിരിക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഇതാ ഇവിടെ ഹാസ് കഴിഞ്ഞ് V3 ഉണ്ട്. ഓക്കെ, ഹാസ് കഴിഞ്ഞ് V3 ഉണ്ട്. ഇവിടെയും ഹാസ് കഴിഞ്ഞ് V3 ഉണ്ട്, പ്ലേഡ് V3 ആണ്. റൈറ്റ് ആണെങ്കിൽ ഇവിടെ റിട്ടൺ വരുമായിരുന്നു.
ഹാവ് കഴിഞ്ഞ് V3 ഉണ്ട്. V3 വന്നാൽ ഹാവ് കഴിഞ്ഞ് V3 വന്നാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെയും ഹാവ് കഴിഞ്ഞ് V3 ഉണ്ട്. V3 ഫോം വന്നാൽ ഹാവ് കഴിഞ്ഞ് V3 ഫോം വന്നാലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് കണക്കാക്കുക. ഇനി കോൺകോഡ് റൂൾ പറയട്ടെ. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കോൺകോഡ് സബ്ജക്റ്റ് ശ്രദ്ധിക്കുക, സ്ക്രീനിലേക്ക് നോക്കണം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് കോൺകോഡ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വളരെ സിമ്പിളാണ് കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, പ്രസൻറ്റ് പെർഫെക്റ്റിൽ സബ്ജക്റ്റ് ഹി സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് ഹാസ് ഉപയോഗിക്കണം. ഹാസ് കഴിഞ്ഞ് V3 വന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റായി. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഷീ സബ്ജക്റ്റാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കണം. ഹാസ് കഴിഞ്ഞ് V3 ഫോം വേണം. ഓക്കെ. ഇതേ പ്രസൻറ്റ് പെർഫെക്റ്റിൽ സബ്ജക്റ്റ് ദേ പ്ലൂരലാണ്. ഹി ഒരാളാണ്, ഷീ ഒരാളാണ്, എന്നാൽ ദേ ബഹുവചനമാണ് എങ്കിൽ ഹാസ് ഉപയോഗിക്കരുത്, ഹാവ് ഉപയോഗിക്കണം. ദേ ഹാവ് എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? അതുപോലെ ശ്രദ്ധിക്കുക, ഐ എന്ന സബ്ജക്റ്റ്, ഐ ഒരാളാണ് എങ്കിലും, ഞാൻ ഒരാളാണ് എങ്കിലും ഇംഗ്ലീഷിൽ പലയിടത്തും ഐ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിലും ഐ ബഹുവചനമാണ്, പ്ലൂരലാണ്. അതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത്. ഐ ഹാവ് എന്നേ പറയൂ. ഓക്കെ. ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ് പോലെയുള്ള എല്ലാ ഗ്രാമറിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടെൻസ് മസ്റ്റാണ്. ടെൻസ് ഇല്ലാതെ നമുക്ക് ഒരടി ഇംഗ്ലീഷിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് സമ്മപ്പ് ചെയ്യട്ടെ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഹാവും ഉപയോഗിക്കണം. ഹാസും ഹാവും ഓക്സിലറി വെർബാണ്. അത് കഴിഞ്ഞ് വെർബിൻ്റെ V3 ഫോമാണ്. ഏത് വെർബിൻ്റെയും V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ഉപയോഗിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം, ഹാസും ഹാവും കഴിഞ്ഞ് V3 വന്നാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. മറ്റുള്ള ടെൻസുകളെക്കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും പഠിക്കുക, വിജയിക്കുക. ഓക്കെ.